മാസമായിട്ടോ എനിക്ക് കുറേ ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടായിട്ട് 1 ലക്ഷം റുപ്യൻ്റെ അടുത്തായിട്ടോ ഇത് റവന്യൂ കയറി. അതിൻ്റെതെല്ലാം ആ പൈസ എല്ലാം ഓൻ്റെ അക്കൗണ്ട് ഓൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബ് അക്കൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം ഓൻ്റെ ഇതിലേക്കാണ് പോയത്. അതെല്ലാം എൻ്റെ പേരിലിട്ട് എന്നെ കള്ളനാക്കി. ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവർ ആരാ കളവ് അറിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിലെന്താ ഞാൻ ഫേക്ക് പറയുന്നത്? ഇതോ എന്താ കേസ് കൊടുക്കടാ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫേക്ക് ചെയ്യുന്നത് കേസാ. ഞാൻ അങ്ങനത്തെ മണ്ടത്തിൽ ഇവിടെ വന്ന് ചെയ്യോ? അത് വിവരാവകാശം എന്തെങ്കിലും വെച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഓക്കെ, എന്തിനും ഞാൻ റെഡിയാ, എന്ത് സാധനം തുറന്നു കാണിക്കാൻ ഞാൻ റെഡിയാ. ഇവിടെ മൊത്തം ഓപ്പണാണ് കേസ്, മൊത്തം ഓപ്പണാണ്. ഒരു പേടി എനിക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഒരു പേടി ഈ കാര്യത്തിലില്ല. എനിക്ക് എൻ്റെ വിഷമം എന്താ പറയുക, ഞാൻ ഈ തപ്പിത്തടയുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക, ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരെ ജീവിതം പോകും. പക്ഷെ അത് പറയാണ്ട് എനിക്ക് ഇത് ഇതാക്കാനും കഴിയില്ല, ഇത് തീർക്കാനും കഴിയില്ല. മനസ്സിലായോ? കാരണം ഇവിടുന്ന് 3 മാസം മുമ്പ് ഇവിടുന്ന് തെറ്റാനുള്ള കാരണം ഇത് നിങ്ങൾ അറിയണം ഗൈസ്, ഇത് നിങ്ങൾ അറിയണം. എല്ലാവരും അത്രയും പൊന്നുപോലെ, എൻ്റെ അനിയന്മാരെ പോലെയല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. മനസ്സിലായോ? പൊന്നുപോലെ ഞാൻ നോക്കിയത് എല്ലാവരെയും. പൈസക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് മെയിലാണ്, പക്ക ബ്ലാക്ക് മെയിൽ. മനസ്സിലായോ? ഇന്നലെ ഇട്ട വീഡിയോ അടക്കം ഓൻ പറയുന്നുണ്ട് 20% ഞാൻ പുറത്തുവിട്ടില്ല. ഓൻ പറയാനുള്ളത് ഓൻ്റെ മാക്സിമം കളവിൻ്റെ എക്സ്ട്രീം എത്ര പറയണ്ട അത് മൊത്തം പറഞ്ഞു തരും. മനസ്സിലായോ? എന്നിട്ട് 20% അതിൽ തന്നെ മനസ്സിലായിക്കൂടെ? ഇനി നാളെ ഈ വീഡിയോ വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും ഓൻ പുതിയതായിട്ട് ഉണ്ടാക്കി പറയണമെന്ന് വെച്ചിട്ട് ഞാൻ പോയി നെഗോഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പറയും 20% ഇതാക്കിയിട്ടുള്ള ബാക്കി 80% ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യല്ലോ. ഞാൻ ഒരു കാര്യം പറയില്ല, തീവ്രവാദികളുമായിട്ടും ചതിയന്മാരുമായിട്ടും നെഗോസിയേഷൻ ഇല്ല മോനെ. കൂടെ നിന്ന് ചതിക്കാൻ, ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് അന്നോ നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ, ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. കേട്ടോ കാര്യങ്ങൾ കേട്ടോ. ഇവൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ്, ഇതിൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കും. ഇതിൻ്റെ ഞാൻ എന്താ പ്രൂഫില്ലാത്ത കാര്യമല്ല ഇത്. ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇവൻ വെറുതെ പറയുന്നത് വിചാരിക്കരുത്. ഇത് കഴിഞ്ഞപാട് ഞാൻ പ്രൂഫ് കാണിക്കും. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം, ഇവർ 3 പേരല്ല, ഇവർ 4-5 പേരുണ്ട്. അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷം ആണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അമ്മമാർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാടാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താടാ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദില്, ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കൂന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കൂന്നാ പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഡ്രഗ്സ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് കൊടുത്ത്, ജാസി ഇന്നലെ പറഞ്ഞിട്ടില്ല ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ പോനെ, ജീവിതത്തിൽ നീ ഒന്ന് മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ എല്ലാം തൂങ്ങിച്ചാവണം. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യൂല. കാരണം ഇത്രയും പ്രശ്നം ഇതായത് എനിക്ക് നിങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മതിയല്ല, ഇങ്ങനെ എനിക്ക് ചെയ്യാം. മനസ്സിലായോ? ഞാൻ ചെയ്യൂല. കാരണം ഇപ്പം ഞാൻ ഞാനാ ചെയ്തതെന്നുള്ളതിലേക്ക് തന്നെ വരും. ഞാനൊന്നും ചെയ്യൂല. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ കിട്ടും എനിക്കല്ലോ. നീയെല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീയെല്ലാം തീരും. മനസ്സിലായോ? അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ. മനസ്സിലായോ? അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ആദിലിനെ വെച്ച് കേസ്, പോക്സോ കേസ്. ആദിൽ 18 വയസ്സായിട്ടില്ലല്ലോ, കേസ് സ്ട്രോങ് ആണെന്നല്ലോ. മമ്മൂനെ വെച്ച് ചെയ്ത് അത്ര ഇത് ഇമ്പാക്റ്റ് കിട്ടൂല, ചിലപ്പം കേസ് ഇതായിപ്പോവും. ആദിൽ 18 വയസ്സായിട്ടല്ലോ, പോക്സോ അല്ലേ, പോക്സോ കേസിൽ നിന്നെ പെടുത്തും. പൈസയാണ് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്ന എന്താ? പൈസ കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ ഇപ്പം ചെയ്യുന്ന എന്താ? ഇപ്പം റീച്ചിന് വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം പറ്റേ,
ഇവന് പറയാനുള്ള കാര്യങ്ങൾ ഇവൻ എന്തിനാ കിക്കിൽ പോയിട്ട് പറഞ്ഞേ? ഇവന് യൂട്യൂബിൽ പറഞ്ഞൂടെ? കിക്കിൽ ലൈവ് ഇട്ടിട്ട് എന്തിനാ പറഞ്ഞേ? കിക്കിലെ പേയ്മെൻറ്റ്സ് അറിയോ നിങ്ങൾക്ക്? അല്ല ഞാനൊരു കാര്യം പറ്റേ, ഈ 3 മാസം മുമ്പ് ഇവിടുന്ന് അടിച്ച് പിരിഞ്ഞ് ഞാനുമായിട്ട് അത്രയും ദേഷ്യത്തിലുള്ള ആൾക്കാരാണല്ലോ ഇവർ. എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാരാണല്ലോ ഇവർ. ഇവർ ഒരാഴ്ച മുമ്പ് എനിക്ക് അയച്ച ഓടിയാണ്. ഓക്കെ, ഒരാഴ്ച മുന്നേ ഷമീർ അയച്ച ഓടിയാണ്. ഷമീർ ഓക്കെ, നീയാതെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്കിൽ ലൈവ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താൽ ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 ഉറുപ്പ്യാണ് 2 മണിക്കൂറിൽ. അത് 4-5 മണിക്കൂർ ഓടുമ്പം 30,000-35,000 ഉറുപ്പ്യ കിട്ടും. 2K വാച്ചിങ്ങില്ല എന്ന് ഞാൻ പറയുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു മാസം 2K വാച്ചിങ്ങിൽ 3-4 മണിക്കൂർ ലൈവ് ചെയ്താൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 30-35 ലക്ഷം ഉറുപ്പ്യാണ് ഒരു മാസം. മനസ്സിലായോ? എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ ഓക്കെ, സ്ക്രിപ്റ്റും എയും ഈ ലൈവ് തീരുന്നവരെ വന്നോട്ടെ. ഇതെങ്ങനെയാടാ ആകുന്നത്? വെച്ച് എങ്ങനെ ഇവൻ്റെ സൗണ്ട്? ഓക്കെ, ഇവൻ്റെ സൗണ്ടല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട്, ഇപ്പം ഞാൻ പറയുന്നില്ല. അതും കൂടി കാണുമ്പോൾ അതും എന്ന് പറയണം കേട്ടോ. അതും തന്നെ പറയണം. ഓക്കെ, ഒരു ബോംബ് എനിക്ക് ഇടാനുണ്ട്, അതും തന്നെ പറയണം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ നടന്ന ഈ ഗാങ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇപ്പം ഷമീർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താന്ന് തോന്നുന്നു, എൻ്റെ അത്രയും പ്രിയപ്പെട്ടവനാന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ? ഷമീറിനെ കയറ്റി കൊണ്ടുവരാൻ. ഏതെങ്കിലും ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഓന് റീച്ച് കയറൂല. അതേപോലെ തന്നെ ആദിൽ ഏതെങ്കിലും ഒരുത്തനാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഓന് റീച്ച് കയറില്ല. എൻ്റെ അനിയനാന്ന് എനിക്ക് പറയണം. അതായിരുന്നു നമ്മളെ സ്ക്രിപ്റ്റ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലാൻ ചെയ്തതാ. അപ്പം ഓൻ എൻ്റെ അനിയനാന്ന് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാണ് ഞാൻ. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്നത്തെ ഓൻ ആദ്യമായിട്ട് ലൈവിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാന്ന് ആദിൽ ഞാൻ പറഞ്ഞു. ഓൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചു. ഓൻ്റെ ഉമ്മയിലായിട്ട് ഞാൻ നല്ല അടുപ്പത്തിലായിരുന്നു ആ സമയത്ത്. ഓക്കെ, അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. ആ സമയത്ത് ഞാൻ അവൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഇവനെ ഞാൻ ഇവിടെ എൻ്റെ ഒന്നിച്ച് നിർത്തിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ എൻ്റെ കസിനാന്ന് പറഞ്ഞോട്ടെ ചോദിച്ചു. പറഞ്ഞോന്ന് പറഞ്ഞു. കാരണം 18 വയസ്സായിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഇഷ്യൂ, ലീഗൽ ഇഷ്യൂ ഏതോ വന്നില്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള ലെവലിൽ എനിക്ക് അവനെ നോക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ കസിനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ കസിനാന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് അത്രയും ഫോളോവേഴ്സ് കയറിയത്, അല്ലെങ്കിൽ ആൾക്കാർ അത്രയും കയറിയത് അല്ലേ? ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഓരോ കാര്യങ്ങളും അവരവരെ ആവശ്യത്തിന്, അവരവരുടെ റീച്ചിന്, അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ അസ്പാക്കിൻ്റെ കാര്യം, അസ്പാക്ക് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളാണ്. എടാ അസ്പാക്കല്ല എപ്പോൾ വന്നതെന്നറിയോ? അസ്പാക്കിൻ്റെ എല്ലാം കേസ് അതെല്ലാം ലാസ്റ്റ് പറയാം. അസ്പാക്കിൻ്റെ എല്ലാം കേസ് പറയാൻ തുടങ്ങിയാണ്ടല്ലോ, എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഓരോ സ്ക്രിപ്റ്റാക്കി ഇവർക്കിത് എന്നെല്ലാം പറഞ്ഞതാക്കിയിട്ട് ലാസ്റ്റ് എല്ലാം ആയപ്പോൾ